ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ ചരിത്രത്തിൽ പൊന്നും തിളക്കത്തോടെ എഴുതി ചേർത്ത കോളാർ വാലി എന്ന പെൺകടുവയെക്കുറിച്ചുള്ള ചരിത്രം ഇന്ത്യക്ക് മറക്കാനാവാത്തതാണ്. ഇന്ത്യയെ വീണ്ടും കടുവകളുടെ നാടാക്കി മാറ്റുന്നതിൽ ഒരു ജന്തുവിന് എത്രത്തോളം വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു തന്ന യഥാർത്ഥ സൂപ്പർമോമായിരുന്നു അവൾ. മധ്യപ്രദേശിലെ പെഞ്ച് കടുവ സങ്കേതത്തിന്റെ രാജാവായിരുന്നു കോളാർ വാലി. 2005 പെഞ്ച് വനങ്ങളിൽ കോളാർ വാലി ജനിക്കുന്നത്. വനം വകുപ്പ് അധികൃതർ ഇവളുടെ ചലനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ആദ്യമായി റേഡിയോ കോളർ ഘടിപ്പിച്ചതിനാലാണ് ഇവൾക്ക് കോളാർ വാലി എന്ന് പേര് ലഭിച്ചത്. പെഞ്ചിലെത്തിയ സഞ്ചാരികളുടെയും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെയും ഏറ്റവും പ്രിയപ്പെട്ട കടുവയായിരുന്നു അവൾ. തന്റെ ജീവിതകാലത്ത് 8 പ്രസവങ്ങളിലായി ആകെ 29 കുഞ്ഞുങ്ങൾക്കാണ് കോളാർ വാലി ജന്മം നൽകിയത്. വന്യജീവി ചരിത്രത്തിൽ ഒരു പെൺകടുവ ഇത്രയധികം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളർത്തിയെടുക്കുന്നത് ഇതാദ്യമായിരുന്നു. 2010 ഒരൊറ്റ പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവയെ വിജയകരമായി വളർത്തിയെടുത്തത് ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇവളുടെ കുഞ്ഞുങ്ങൾ പിന്നീട് ഇന്ത്യയിലെ വിവിധ വനങ്ങളിലേക്ക് പടരുകയും ശക്തമായ ഒരു കടുവ വംശപരമ്പരയ്ക്ക് അടിത്തറയിടുകയും ചെയ്തു. മധ്യപ്രദേശിന് ടൈഗർ സ്റ്റേറ്റ് എന്ന പദവി നിലനിർത്താൻ സഹായിച്ചത് പ്രധാനമായും കോളാർ വാലിയുടെ ഈ സംഭാവനയായിരുന്നു. 2022 ജനുവരിയിൽ തന്റെ 16ാം വയസ്സിലാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോളാർ വാലി മരണപ്പെടുന്നത്. സാധാരണ ഒരു വന്യമൃഗം ചത്തുപോകുമ്പോൾ ചെയ്യാറുള്ള നടപടികളിൽ നിന്നും വ്യത്യസ്തമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പുഷ്പചക്രങ്ങൾ അർപ്പിച്ച് അങ്ങേയറ്റം ആദരവോടെ ഹിന്ദു ആചാരപ്രകാരം ചിതയൊരുക്കിയാണ് അവളെ സംസ്കരിച്ചത്. ഒരു വന്യമൃഗത്തിന് മനുഷ്യൻ നൽകിയ ഏറ്റവും വൈകാരികവും ബഹുമാനപൂർവവുമായ ആ യാത്രയയപ്പിന്റെ ചിത്രങ്ങൾ അക്കാലത്ത് ലോകമെമ്പാടും വാർത്തയായിരുന്നു. ഇന്ത്യയുടെ വനസമ്പത്ത് നിലനിർത്താൻ കാരണമായ ഈ കാട്ടുരാജ്ഞിയുടെ ചരിത്രം ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല.